ഗായ്സ്, ഇന്ന് നമ്മൾ എവിടെയാണ് ഉള്ളതെന്ന് മനസ്സിലായോ? അറിയാവുന്നവർ ഇപ്പം തന്നെ പറഞ്ഞോ. പെട്ടെന്ന് ഇപ്പോൾ റിവീൽ ചെയ്യുന്നതാണ്. വേറെ എങ്ങുമല്ല ഗായ്സ്, നമ്മുടെ കൊല്ലം ജില്ലയിലെ ജഡായുപ്പാറ. ഇത്ര അടുത്തായിട്ടും ഇതുവരെ ഒന്നും പോയി കാണാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഇന്ന് അതങ്ങോട്ട് മാറ്റിയേക്കാന്ന് വെച്ചു. നേരെ വിട്ടു ജഡായുപ്പാറ. പക്ഷെ നമ്മൾ എത്തിയപ്പോൾ കുറച്ച് ലേറ്റായിപ്പോയി ഗൈസ്. ഒരു 3:30-4 മണിയോട് കൂടി എത്തിയ കറക്റ്റ് ടൈമായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കാനനപ്പാതയുണ്ട്, ഉള്ളിലൂടെ നടന്ന് മുകളിലേക്ക് കയറാനുള്ളൊരു വഴിയുണ്ട്. ആ വഴി 4 മണി 4:30 കൂടി ക്ലോസ് ചെയ്യും. അപ്പോൾ നമ്മൾ എത്തിയപ്പോൾ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് നമുക്ക് നടന്നു പോകാനുള്ളൊരു അവസരം കിട്ടിയില്ല. എന്നാലും നമ്മൾ ആ കേബിൾ കാറിൽ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ടിക്കറ്റും കാര്യങ്ങളെല്ലാം എടുത്ത് നേരെ കേബിൾ കാറിൽ കയറി. അങ്ങനെ പോകുമ്പോൾ കണ്ട കാഴ്ചയാണ് ഗൈസ്, ആ കാടിൻ്റെ ഉള്ളിലായിട്ടൊരു ഹെലിപാഡ്. കൊള്ളാലേ? ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവൂലേ കുറച്ചധികം ലേറ്റായെന്ന്. ഞങ്ങളും അങ്ങനെയാണ് ആദ്യം വിചാരിച്ചത്. ബിക്കോസ് ഒന്നും കാണാൻ പറ്റത്തില്ല, ഇരുട്ടാകും മുകളിലെത്തുമ്പോൾ എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ മുകളിൽ ചെല്ലുമ്പോഴുള്ള കാഴ്ച വേറെയായിരുന്നു ഗൈസ്. പകലുള്ള വ്യൂവും രാത്രിയുള്ള വ്യൂവും രണ്ടും രണ്ട് മൂഡാണ്. അപ്പോൾ നൈറ്റിലെ വ്യൂ ആംബിയൻസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. മുകളിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ദാ കണ്ടോളൂ ഗൈസ്, നല്ല ഒരു എന്താ പറയുക, ഒരു ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷമാണ് അവിടെ. ഒരു അമ്പലമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ എപ്പോഴും ഒരു ഭക്തിഗാനം ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഭയങ്കര വൈബാണത്. നല്ല വൈബിൽ അവിടെ പോയി ഇരുന്ന്, നല്ല കാറ്റ്, എപ്പോഴും കാറ്റുണ്ട്. ഒരു തണുത്ത കാറ്റിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഭയങ്കര ഭക്തിസാന്ദ്രമായിട്ട് നമുക്ക് അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ കിട്ടുന്നൊരു ഒരു 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 ഹാപ്പിനെസ്, അത് വന്ന് അനുഭവിച്ചാലേ മനസ്സിലാവത്തുള്ളൂ. വെറുതെ പറയുന്നതല്ല. അപ്പോൾ ആർക്കൊക്കെ അവസരം കിട്ടുന്നോ നേരെ വിട്ടോ. ഒരു തവണയെങ്കിലും ജഡായുപ്പാറ വിസിറ്റ് ചെയ്തിരിക്കണം. അതും ഈ ഒരു സന്ധ്യാസമയം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വേറൊരു വൈബായി. നമ്മുടെ ജഡായുപ്പാറയുമായിട്ട് ബന്ധപ്പെട്ട നാൾ വഴികൾ ഫുള്ള് അവിടെ ഒരു കല്ലിൽ കൊത്തി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ പോയത് ദീപാവലി ഹോളിഡേയ്സിൻ്റെ ആ ഒരു ടൈമിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് നോർത്ത് ഇന്ത്യൻസും എന്താ പറയുക, കേരളത്തിൽ നിന്ന് പുറത്തുള്ള മറ്റ് സംസ്ഥാനക്കാരെല്ലാവരും ഒരുപാടുണ്ടായിരുന്നു. നല്ല തിരക്കായിരുന്നു. അപ്പം ഞങ്ങൾ ഒരു 1.5 മണിക്കൂറോളം ക്യൂ നിന്ന് പല പല സ്റ്റെപ്പായിട്ട് ക്യൂ നിന്നിട്ടാണ് മുകളിലെത്താൻ പറ്റിയത്. അപ്പോൾ നോർമൽ ഡേയ്സിൽ അങ്ങനെ സംഭവിക്കാറില്ല, പക്ഷേ ഈ ഒരു ഹോളിഡേ സീസൺ ആയതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. ഞങ്ങൾ ലാസ്റ്റ് അമ്പലം നട പൂട്ടുന്ന സമയത്താണ് അമ്പലത്തിൽ കയറിയത്. അപ്പോൾ പൂജാരിയോട് പ്രത്യേക അനുവാദമൊക്കെ വാങ്ങിച്ചിട്ടാണ് കയറിയത്. ഒരു പാറ ഇങ്ങനെ ഗ്ലാസ്സിൽ കവർ ചെയ്ത് വെച്ചേക്കുന്നത് എന്താണെന്ന് മനസ്സിലായി ഗൈസ്. അത് ശ്രീരാമ ഭഗവാൻ വന്ന് കുത്തിയ കാൽ പതിഞ്ഞ കാൽപാദം ആണെന്നാണ് അവിടെ ഐതിഹ്യം പറയുന്നത്. അപ്പോൾ അത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗ്ലാസിൻ്റെ മുകളിലൂടെ. കുറച്ചുകൂടി ലൈറ്റുള്ള ടൈമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പാറയിൽ പതിഞ്ഞിരിക്കുന്ന കാൽപാദം കൂടി വിസിബിൾ ആയേനെ. ഞങ്ങൾക്ക് നേരിട്ട് കാണാൻ പറ്റി, പക്ഷേ ക്യാമറയിൽ എത്രത്തോളം വ്യക്തമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ നല്ലൊരു ഈവനിങ് ആയിരുന്നു. ചെറിയ ചാറ്റൽ മഴയൊക്കെ പെയ്തു. അപ്പോൾ ആ വൈബും കൂടി ഞങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റി. നല്ല കാറ്റ്, ഞാൻ ഓൾറെഡി പറഞ്ഞു, നല്ല തണുത്ത കാറ്റിങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ സമയം പോകുന്നത് നമ്മൾ അറിയത്തില്ല. പിന്നെ ഫോട്ടോ എടുക്കാനാണെങ്കിലും എവിടെ നോക്കിയാലും നല്ല നല്ല ഫ്രെയിമുകളും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും സാധിക്കുവാണെന്നെങ്കിൽ ഒരു ദിവസം പോയി കാണേണ്ട സ്ഥലം തന്നെയാണ്. പിന്നെ ആ ഒരു ശില്പത്തെക്കുറിച്ച് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും ഓൾറെഡി അറിയാം. എത്ര പെർഫെക്റ്റ് ആയിട്ടാണെന്നറിയാമോ ചെയ്തു വെച്ചേക്കുന്നത്. അത്രയും വലിയൊരു പാറയിൽ അത്രയും സൂക്ഷ്മമായിട്ട് കൊത്തി 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 സെറ്റാക്കി വെച്ചിരിക്കുന്നതാണ്. എത്രയോ വർഷത്തെ കഠിനാധ്വാനത്തിൻ്റെയും ഒരു കൂട്ടായ പ്രയത്നത്തിൻ്റെയും ഭാഗമാണ് അതെന്ന് നമുക്കത് നേരിട്ട് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ഒന്നുകൂടി പറയുന്നു, എല്ലാവരും സമയം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും പോയി കാണേണ്ട സ്ഥലം തന്നെയാണ് നമ്മുടെ കൊല്ലം ജില്ലയിലെ ജഡായുപ്പാറ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ഗൈസ്. വീണ്ടും കാണും വരെ ബൈ ബൈ.